prayer ട്ടോ. prayer പറഞ്ഞോ. Good morning all. Sorry, good afternoon all. Good afternoon, ma'am. prayer പറഞ്ഞോ ട്ടോ. ആരാ പറയുന്നേ? ഞാൻ പറയാം ma'am. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, we worship, we astray, guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful, praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. Signing and thought of the day. Signing ഞാൻ പറയണം. Good afternoon everyone and welcome to today's live class. It is wonderful to see you all joining. Free to ask question anytime and let's make this productive and engaging learning section together. Let's get started. Thank you, ma'am. ഓക്കെ ഓൾ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പോർഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? നോർമലൈസേഷൻ ഡീവിയേഷൻ കംപ്ലീറ്റ് ആയോ? അല്ലെങ്കിൽ കഴിഞ്ഞു മാം. കഴിഞ്ഞോ? സൊസൈറ്റി ഓഫ് കോഹീഷനിലേക്ക് കടന്നോ? ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഷെയർ ചെയ്യാവേ. സൊസൈറ്റി ഓഫ് കോഹീഷന് മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കിട്ടിയോ? സൊസൈറ്റി ഓഫ് കോഹീഷന് മോക്ക് ടെസ്റ്റ്. സോറി, സൊസൈറ്റി അല്ല, നോർമലൈസേഷൻ അല്ല, നോർമലൈസേഷൻ മാറിപ്പോയതാ. നോർമലൈസേഷൻ ഡീവിയേഷൻ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ഇല്ല. നോർമലൈസേഷൻ ആരെങ്കിലും ചെയ്ത് നോക്കിയോ? ഇല്ല മാം. കിട്ടിയിട്ടില്ലല്ലോ. എല്ലാവരും നോക്കിയതാണോ? കാരണം എന്താണോ, ലാസ്റ്റ് ചിലപ്പോ മിസ്സായി പോകും നമുക്ക് ചില യൂണിറ്റ്സുകള്. അപ്പൊ നമുക്കത് പറ്റാതെ നോക്കി പോവാണെങ്കിലേ നമ്മൾ എംപ്റ്റി തന്നെയല്ലേ നോക്കട്ടെ. എംപ്റ്റി തന്നെയല്ലേ അയച്ചിട്ടില്ല കേട്ടോ. തന്നിട്ടില്ല മാം. ഓക്കേടാ, ഞാനത് ഇന്നിടാൻ പറയാട്ടോ. ഇട്ടിട്ടാണ് ഇട്ടേക്കാട്ടോ, ഇന്നിടും കേട്ടോ. ഓക്കെ, നമ്മള് ഇനി മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. സൊസൈറ്റി ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഒരു നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിനെ നമ്മൾ എന്ത് പറയും? സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയും. ഇവിടെ വരുമ്പോൾ നമ്മൾ കുട്ടികളെ ഒരു മോണ്ടിസോറി ക്ലാസ്സിൽ കുട്ടികളെ നമ്മൾ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉള്ള എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഏജിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ്, അവരുടെ ഇന്റർ നീഡ്സും കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതുവഴി അവർ ആ എൻവയോൺമെന്റ് ആയിട്ട് നല്ല രീതിയിൽ ഇഴുകി ചേരും. ഒരു വർക്ക് ചെയ്യാൻ തുടങ്ങും. വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കുട്ടികളുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ നോർമലൈസേഷനിൽ പറഞ്ഞില്ലേ, ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, കോൺസെൻട്രേഷൻ, പിന്നെ ലവ് ഓഫ് സൈലൻസ്, പിന്നെന്താണ് ഒബീഡിയൻസ്, ഇൻഡിപെൻഡൻസ്,
ഡിസിപ്ലിൻ, ജോയ് ഒക്കെ പോലുള്ള ക്യാരക്ടേഴ്സ് ഈ കുട്ടികളിൽ കാണുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ കുട്ടികൾക്ക് നമ്മൾ ഫുൾ ഫ്രീഡം, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫുൾ ഫ്രീഡം നമ്മൾ അലൗ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ മെന്റൽ എനർജിയും ആൻഡ് ഫിസിക്കൽ എനർജി ഒരുമിച്ച് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്, നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. സോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ കുട്ടികളെ മാക്സിമം നോർമലൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ മെറ്റീരിയൽസിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ മാറ്റങ്ങളിലൂടെ അവർ എന്ത് ചൈൽഡായിട്ട് മാറും? നോർമലൈസ്ഡ് ചൈൽഡായിട്ട് മാറുന്നു. അങ്ങനെ നോർമലൈസ്ഡ് ചൈൽഡായി മാറുന്ന കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും. എന്താ പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മള് ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ തമ്മിൽ നല്ല ഹാർമണിയും നല്ലൊരു കെട്ടുറപ്പും നല്ല കോപ്പറേഷനും ഷെയറിങ് ഹാബിറ്റും നല്ല പേഷ്യൻസ് ഒക്കെ ഉള്ള കുട്ടികളായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അവർ ആ മെറ്റീരിയൽ ആ കുട്ടി വർക്ക് ചെയ്യുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യും, റെസ്പെക്ട് ചെയ്യും. അതേപോലെ മ്യൂച്വൽ ഹെൽപ്പ് ഈ കുട്ടികളുടെ ഒരു ക്വാളിറ്റിയാണ്. നിങ്ങള് ചേച്ചി പ്രാക്ടിക്കൽ സെഷൻ കണ്ടക്ട് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും വന്നവരുണ്ടോ? ആരും വന്നിട്ടില്ല. ഓക്കെ, സോ പ്രാക്ടിക്കൽ സെഷൻ സമയത്ത് നിങ്ങൾ മെറ്റീരിയൽസ് ഷെയർ ചെയ്യല്ലേ ചെയ്തത്? ഒരു ടീമായിട്ട് ഇരുന്നിട്ട് ഷെയറിംഗ് ആയിരുന്നു അല്ലെ? മെറ്റീരിയൽസ് എല്ലാവരും ചെയ്യണം. ആ ഷെയറിംഗ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളെ ടീമിലുള്ള കുട്ടികൾ ഒരാൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തില്ലേ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഹെൽപ്പ് ഈച്ച് അതർ, അതൊക്കെ നമ്മൾ മോണ്ടിസോറിയിൽ ഈ മെറ്റീരിയൽസിലൂടെ അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾ നോർമലി ഡെവലപ്പ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആണ് അല്ലെ? ഓക്കെ, ഈ വരുന്ന നെക്സ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നുണ്ട്, 8th നവംബറിന് ടീച്ചിങ് പ്രാക്ടിക്കൽ സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന്? ഇല്ല, ചോദിച്ചാണ്. ചിലപ്പോ ബാച്ച് മിസ്സായവർ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ബാച്ചിന്റെ പ്രാക്ടിക്കൽ സെഷൻ കണ്ടക്ട് ചെയ്ത സമയത്ത് MP 8th 9th കുട്ടികളുണ്ടായിരുന്നു അല്ലെ? അപ്പൊ വരുന്നുണ്ടോന്ന് ചോദിച്ചതാണ് ജസ്റ്റ്. അപ്പൊ 8th പിന്നെ 15th ഈ മാസം നെക്സ്റ്റ് മന്ത് 2 പ്രാവശ്യം പ്രാക്ടിക്കൽ സെഷൻ വരുന്നുണ്ട്. 8th പിന്നെ 15th തോന്നുന്നുണ്ട്. എല്ലാ സാറ്റർഡേസിലായിരിക്കും പ്രാക്ടിക്കൽ സെഷൻ വരാറുണ്ട്. മാക്സിമം അതും കൂടി ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മോണ്ടിസോറി മെറ്റീരിയൽസിൽ കുട്ടികൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടികളിൽ കോമൺ ആയിട്ട് ആ ഒരു നാച്ചുറലി വരുന്ന കാര്യങ്ങളാണ് ലവ്, സിമ്പതി, ഫീലിംഗ് ഫോർ അതേഴ്സ് ഒക്കെ കുട്ടികളിൽ നോർമലി കാണുന്ന കാര്യങ്ങളാണ്. ദെൻ അവർക്ക് ആ ഒരു റൈറ്റ് എൻവയോൺമെന്റും കണ്ടീഷനും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഫോം ചെയ്യാൻ, ഒരുപാട് ക്വാളിറ്റീസ് ഫോം ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഹാർമണി, ലവ്, ഷെയറിംഗ് ഹാബിറ്റ്, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേഷ്യൻസ് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യമാണല്ലേ പേഷ്യൻസ്. ക്ഷമയുണ്ടോ ഇന്നത്തെ കുട്ടികൾക്ക്? കുറവല്ലേ? പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾക്ക് പേഷ്യൻസ് കൂടുതലായിരിക്കും. കാരണം അവർ ചെറുപ്പം മുതലേ പേഷ്യന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശീലിക്കുകയാണ്. കാരണം അവന് ഇഷ്ടമുള്ള മെറ്റീരിയൽ ആയിരിക്കും. ചിലപ്പോൾ ഒരു കുട്ടി വർക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവനത് കിട്ടുക. അല്ലെങ്കിൽ 1-2 കുട്ടികൾ വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അവൻ ആ മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്, വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്രയും നേരം ക്ഷമിച്ചിരിക്കാനുള്ള ആ ഒരു ക്ഷമാശീലം, പേഷ്യൻസ് ചെറുപ്പം മുതലേ കുട്ടികളിൽ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്യാണ്. നമുക്ക് നോക്കാം. സൊസൈറ്റി ഓഫ് കൊഹീഷനിലേക്ക് വരാം. ഇൻ എ Montessori classroom, children are provided with an environment capable of being nourished. Teachers is careful about the various stages of development of the child and help him with his internal needs. ഓരോ കുട്ടിയുടെയും ഈച്ച് ആൻഡ് എവറി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓരോരോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. Thus, the children is able to work as per the will.
അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് വില്ലനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി വർക്ക് ഇൻ യൂണിസൺ. കുട്ടികളുടെ മെന്റൽ എനർജിയും ഫിസിക്കൽ എനർജിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ മാത്രമാണ് ആൻഡ് ദ ചൈൽഡ് ബിക്കം നോർമലൈസ്ഡ്. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമാണ് കുട്ടി നോർമൽ ചൈൽഡ് ആയിട്ട് മാറുന്നത്. ദസ് എ മോണ്ടിസോറി ക്ലാസ് റൂം ബിക്കം ഗാദറിംഗ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. അതുകൊണ്ടാണ് നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ ഗ്യാദർ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുകയാണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ എയിം. When children are normalized, it is possible to give them a perfect freedom in the class. നമ്മൾ കുട്ടികൾ നോർമലൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഫുൾ ഫ്രീഡം, ആ ക്ലാസ്സിലെ ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഹാവ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ഫ്രം ദം. ഈ കുട്ടികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കും. നോർമലൈസ്ഡ് ചിൽഡ്രൻസിനാണ് ഫ്രീഡം കൊടുക്കുന്നത്. അവർക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുന്നത് വഴി അവർ ആ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും. ദിസ് ഈസ് ദ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. ഇതിനെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയുന്നത്. നോർമലൈസ്ഡ് കുട്ടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യട്ടോ. This is something page number 118. കേട്ടോ. This is something formed by attraction between and among the children. ഇതെങ്ങനെ ഫോം ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾ തമ്മിൽ നല്ലൊരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നല്ല സ്നേഹവും കെയറും കാര്യങ്ങളും കൊണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് യൂണിഫിക്കേഷൻ ഓഫ് കൊഹീഷൻ. ഈ കുട്ടികൾ തമ്മിൽ ഈ ഒരു ഇഷ്ടവും അല്ലെങ്കിൽ ഹാർമണിയും കോപ്പറേഷൻ ഒക്കെ വരുന്നത് നാച്ചുറലി ആണ്. നമ്മൾ അവരോട് അങ്ങനെ ചെയ്യണം എന്ന് കമ്പൽ ചെയ്തിട്ടല്ല അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. Children are able to attain such cohesion because they are naturally full of love, sympathy and feeling for others. ഈ കുട്ടികൾ എങ്ങനെയാണ് കൊഹീഷനിലേക്ക് അറ്റൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ തമ്മിൽ ഫുൾ ഓഫ് ലവ്, സിമ്പതി. എന്താണ് കൊഹീഷൻ മീൻസ് എന്ത് മാം? എന്താണ് മനസ്സിലായില്ല? കൊഹീഷൻ എന്നുള്ള മീനിങ്ങിന് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞത്? കെട്ടുറപ്പ്. വാട്ട് മാം? കെട്ടുറപ്പ്. അങ്ങനെ പറഞ്ഞാല് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് കെട്ടുറപ്പിന്റെ ഒരു മീനിങ്. യൂണിറ്റി. യൂണിറ്റി. ആ ശരി. കോപ്പറേഷൻ, യൂണിറ്റി, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോ? യൂണിറ്റി. ഓക്കെ മാം. കോപ്പറേഷൻ എന്ത് വേണമെങ്കിലും പറയാം. കറക്റ്റ് മലയാളം മീനിങ് ഞാൻ പറഞ്ഞേട്ടോ. സോറി. ഓക്കെ. Children are able to attain such cohesion. ആ ഒരു കെട്ടുറപ്പും ആ യൂണിറ്റിയും അറ്റൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കുട്ടികൾ തമ്മിൽ ഫുൾ ഓഫ് ലവ്, അവരുടെ മനസ്സിൽ സ്നേഹം മാത്രമാണ്, മറ്റുള്ളവരോട് സിമ്പതി, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണമെന്നുള്ള ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾ തമ്മിൽ ഈ ഒരു കോപ്പറേഷനും യൂണിറ്റി ഒക്കെ വരുന്നത്. Therefore, we should help them foster this quality by giving them the right environment and condition. ഈ ക്വാളിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് നല്ലൊരു റൈറ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കുട്ടികളുടെ ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കെട്ടുറപ്പെട്ടാ. ഓക്കെ അല്ലേ? പറഞ്ഞു നോക്കട്ടാ അങ്കിത. സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നോ മാം, എനിക്കത് പ്രൊണൗൺസ് ചെയ്യാൻ വരുന്നില്ല. എനിക്ക് യൂണിറ്റി മതി മാം. യൂണിറ്റി മതി.
അപ്പോൾ നമ്മൾ ചിൽഡ്രൻസിന് അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്ന ഒരു എൻവിയോൺമെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻവിയോൺമെന്റ് ആണ് ഏത് മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. ഈ മോണ്ടിസോറി എൻവിയോൺമെന്റിൽ നമ്മൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അതുവഴി അവർക്ക് അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാൻ പറ്റുന്നു. അവരുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ എനർജി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതുവഴി ആ ഒരു കൂട്ടത്തെ അവർക്ക് കിട്ടുന്ന ഫ്രീഡം അവർ യൂസ് ചെയ്യുന്നു. അത് പെർഫെക്റ്റ് ഡിസിപ്ലിനിൽ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും. പിന്നെ കുട്ടികൾ തമ്മിൽ നല്ലൊരു എന്താ പറയുക ഫുൾ ഓഫ് ലവ്, സിമ്പതി ആൻഡ് ഫീലിംഗ് ഫോർ അതേഴ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യും. മറ്റുള്ളവർക്ക് ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ സിമ്പതി, അത് ഫീൽ ചെയ്യും. അതേപോലെ കോമ്പറ്റീഷൻ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ഫസ്റ്റ് എത്തണം, ഞാൻ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അവർ എല്ലാവരും തമ്മിൽ നല്ലൊരു കോപ്പറേഷൻ ആയിരിക്കും. പിന്നെ ഈ ചിൽഡ്രൻസ് ആർ ഏബിൾ ടു അറ്റൈൻ സച്ച് കൊഹീഷൻ ബിക്കോസ് ദേ ആർ നാച്ചുറലി ഫുൾ ഓഫ് ലവ്. എന്തുകൊണ്ടാണ് ഈ ഒരു കൊഹീഷൻ അറ്റൈൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെട്ടുറപ്പിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ലവ്, സിമ്പതി ആൻഡ് ഫീലിംഗ് ഫോർ അതേഴ്സ് ആണ്. ഈ ക്വാളിറ്റീസും കാര്യങ്ങളും കുട്ടികളെ ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് വേണ്ടത് റൈറ്റ് എൻവിയോൺമെന്റ് ആൻഡ് കണ്ടീഷൻ ആണ്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻവിയോൺമെന്റ് മോണ്ടിസോറി എൻവിയോൺമെന്റ് ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യോ ഈ പാരഗ്രാഫ് എല്ലാവരും? റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. റീഡ് ചെയ്ത് നോക്കിയോ? ചെയ്തോണ്ടിരിക്കാണോ? റീഡ് ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ആ ഒരു കൂട്ടത്തെ അല്ലെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ പറയുന്ന രണ്ട് പേരുകളാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ചിൽഡ്രൻസ് ആർ ഏബിൾ ടു അറ്റൈൻ സച്ച് കൊഹീഷൻ ബിക്കോസ് ദേ ആർ ആ പോയിന്റും കൂടി നാച്ചുറലി ഫുൾ ഓഫ് ലവ്, സിമ്പതി ആൻഡ് ഫീലിംഗ് ഫോർ അതേഴ്സ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ടോട്ടോ. ഇനി കൊഹീഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ്. കൊഹീഷൻ കുറച്ച് കാര്യങ്ങളുടെ ബേസിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റത്താണ് റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. നമ്മൾക്ക് ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാനുള്ള അതേ റൈറ്റ്സ് നമ്മുടെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി അറിയുന്നത് നല്ലതാണ്. അപ്പൊ ആ കുട്ടികൾക്ക് അറിയാം, ഇപ്പൊ ഈ മെറ്റീരിയൽസ് ഞാൻ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റു കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ളവരുടെ റൈറ്റ്സ് റെസ്പെക്ട് ചെയ്യുക എന്നൊരു ക്വാളിറ്റി കുട്ടികളിൽ ചെറുപ്പം മുതൽ എന്ത് ചെയ്യും,
ഡെവലപ്പായി വരും. അപ്പൊ റൈറ്റ്സ്, റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ റൈറ്റ്സും കൂടി റെസ്പെക്ട് ചെയ്യും ഈ കുട്ടികൾ. അപ്പോ ഒരു ചിലപ്പോ എല്ലാ സ്കൂളുകളിലും എന്താ പറയാ, ഒരു മെറ്റീരിയൽ തന്നെ ഡിഫറെന്റ് സെറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഒരു സെറ്റ് മാത്രം ഉള്ളെങ്കിൽ ഒരു കുട്ടിയെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ കുട്ടി എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോടുകൂടി നല്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യും. അവന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, നമുക്കറിയാം ഓപ്പൺ ഷെൽഫുകളാണല്ലേ മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. ആ ഓപ്പൺ ഷെൽഫിൽ കൊണ്ടുവന്ന് ആ കുട്ടി റീപ്ലേസ് ചെയ്യും. ആ പ്ലേസ് ചെയ്ത് വെക്കുന്നത് വരെ ഇവൻ എന്ത് ചെയ്യും, നല്ല ക്ഷമയോടുകൂടി അത് വെയിറ്റ് ചെയ്യും. അവൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ കുട്ടി പോയിട്ട് എന്ത് ചെയ്യുന്നത്, ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും നമ്മൾ ഈ മെറ്റീരിയൽസിനെയൊക്കെ ചൊല്ലി കുട്ടികൾ തമ്മിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, തർക്കങ്ങള്, ഡിസ്പ്യൂട്ടും കാര്യങ്ങളും വരും. അത് നോർമലാണ് കേട്ടോ. ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ വരുന്നത് നോർമലാണ്. പക്ഷെ ഈ കുട്ടികൾ തന്നെ അത് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ തന്നെ റെസിപ്രോക്കൽ കൺസെന്റ് എഗ്രിമെന്റിന്റെ ഒക്കെ ബേസിൽ, ഇപ്പൊ ആദ്യം ഞാൻ യൂസ് ചെയ്യും, അത് വേണ്ടി നിനക്ക് തരാം, അല്ലെങ്കിൽ ആദ്യം നീ യൂസ് ചെയ്തോ, നിന്റെ കഴിയുമ്പോൾ തന്നെ എനിക്ക് തരണം, ഞാനാണ് അടുത്ത ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവര് തമ്മിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷൻസ് എടുക്കുന്നു. ഡിസ്പ്യൂട്ടും കാര്യങ്ങളും അവർ തന്നെ എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നത് നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാണാൻ പറ്റും. ഇനി ഡിസ്പ്യൂട്ട് കുറച്ച് പ്രശ്നമാണെങ്കിൽ മാത്രം ആര് ഇന്റർഫിയർ ചെയ്താൽ മതി, നമ്മള് ഫാക്കൽറ്റീസ് എന്ത് ചെയ്താൽ മതി, ഇന്റർഫിയർ ചെയ്താൽ മതി. നമ്മളതൊക്കെ ഒബ്സർവ് ചെയ്യുക, അവരത് ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, നമ്മളത് ജസ്റ്റ് നല്ലൊരു ഒബ്സർവേഷനോട് കൂടി നമ്മൾ നോക്കി കാണാം അവരത് ചെയ്യുന്ന, എങ്ങനെ അത് സോൾവ് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് എമർജൻസി ആണെങ്കിൽ നമുക്ക് അതിൽ ഇടപെടാം. അല്ലാത്ത പക്ഷം അവര് തന്നെ എന്ത് ചെയ്യാൻ നോക്കട്ടെ, ആ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും സോൾവ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോ നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റിൽ എല്ലാ കുട്ടികൾക്കും ഈക്വൽ റൈറ്റ്സ് ആണ് എന്തിനു മേലെ ഉള്ളത്, മെറ്റീരിയൽസിന് മേലെ ഉള്ളത്. അപ്പൊ ഈ മെറ്റീരിയൽസ് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ നമ്മൾ മറ്റു കുട്ടികളുടെ റൈറ്റ്സിനെയും റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ എനിക്ക് യൂസ് ചെയ്യാൻ ഉള്ള അതേ റൈറ്റ്സ് ആർക്കും ഉണ്ട്, എന്റെ കൂടെയുള്ള മറ്റു കുട്ടികൾക്കും ഉണ്ട് എന്നുള്ളൊരു റെസ്പെക്റ്റും കാര്യങ്ങളും ഈ കുട്ടികളിൽ വേണം. നോക്കാം. There are normally dispute between children over the materials. സാധാരണയായിട്ട് കുട്ടികൾ തമ്മിൽ മെറ്റീരിയൽസിന് ഡിസ്പ്യൂട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മെനി അതർ സിറ്റുവേഷൻസ്, മറ്റേതെങ്കിലും സിറ്റുവേഷനിൽ ഡിസ്പ്യൂട്ട് വരും. However, children in Montessori school are capable of solving problem by themselves. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് പ്രോബ്ലം സോൾവിങ് സ്കില്ല് നന്നായിരിക്കും. കാരണം അവർ തമ്മിൽ തന്നെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും ത്രൂ റെസിപ്രോക്കൽ കൺസെന്റ് ആൻഡ് എഗ്രിമെന്റ്. റെസിപ്രോക്കൽ കൺസെന്റും പരസ്പരമുള്ള എഗ്രിമെന്റിന്റെയും ബേസിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ഒന്ന് വായിച്ചു നോക്കിയാ പോയിന്റ്, വായിച്ചു നോക്കാട്ടോ. 1 മിനിറ്റ് കൊണ്ട് വായിക്കണം ആ പോയിന്റ് കേട്ടോ. മിസ്, റെസിപ്രോക്കൽ കൺസെന്റ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? പരസ്പരമുള്ള കൺസെന്റ്, പരസ്പരം ആ ഒരു തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കുന്നു, അതിനെ ഉദ്ദേശിക്കുന്നു കൺസെന്റ്. ഇപ്പൊ നമ്മൾ തമ്മിലൊരു കൺസെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു കാര്യം പറയണം, ആദ്യം ഇപ്പൊ മോൻ ആ മെറ്റീരിയൽ യൂസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എനിക്ക് തരണം കേട്ടോ. ഇന്ന് നമ്മൾ പരസ്പരം ആ ഒരു കൺസെന്റിലേക്ക് വന്നു. അഗ്രിമെന്റ് വാക്കാലൊക്കെ പറഞ്ഞിങ്ങനെ കുട്ടികൾ തന്നെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നത് നിങ്ങള് ടീച്ചിനൊക്കെ പോയപ്പോ ചിലപ്പോ കണ്ടിട്ടുണ്ടാകും. ചെറിയ ചെറിയ ഡിസ്പ്യൂട്ടുകൾ കുട്ടികൾ തന്നെ സോൾവ് ചെയ്യുന്നത്. അതാണ്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ ആണോ? ഒരാൾക്ക് മാത്രമേ ക്ലിയർ ആയുള്ളൂ? ഓക്കെ. ഇല്ല മാം, ഞാൻ അതൊന്ന് സെയിം ഡൗട്ട് ചോദിക്കാന്ന് വന്നത്, അപ്പൊ ക്ലിയർ ആയി. ഓക്കെ. ഇനി അടുത്തതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്, പരസ്പരമുള്ള സഹായം.
നമ്മള് മോണ്ടിസോറി എൻവിയോൺമെന്റ് ഡിഫറെന്റ് ഏജിലെ കുട്ടികളായിരിക്കും. നമ്മൾ 3 to 6 ഇയേഴ്സിലെ കുട്ടികൾക്കാണ് മോണ്ടിസോറി നമ്മള് എൻവിയോൺമെന്റിലുള്ളത്, അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3 to 6 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വരെയുമാണ് കേട്ടോ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്. അപ്പൊ ഈ കുട്ടികള് ഇപ്പൊ ഓൾഡർ വൺസ് ഉണ്ടാവില്ല, മുതിർന്ന കുട്ടികൾ, അവര് ചിലപ്പോൾ നോർമലൈസ്ഡ് ചിൽഡ്രൻസ് ആയിരിക്കും അല്ലെ, അവർക്ക് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ധാരണകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ യങ്ങർ വൺസിനെ അവർ ഹെൽപ്പ് ചെയ്യും. യങ്ങർ വൺസിന് മിസ്റ്റേക്ക് ഒക്കെ പറ്റുമ്പോൾ ഈ ഓൾഡർ വൺസ് അവരെ ഹെൽപ്പ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ ഈ യങ്ങർ വൺസ് അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ കൂടെ ഉള്ള കുട്ടികളെയും അവര് ഹെൽപ്പ് ചെയ്യുന്നു. പരസ്പരം റെസിപ്രോക്കൽ ഹെൽപ്പാണ്. ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാണ്. റെസിപ്രോക്കൽ ഹെൽപ്പ് നമുക്ക് കിട്ടും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മൾ ഒരാളെ സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആ വ്യക്തി തന്നെ നമ്മളെ തിരിച്ച് സഹായിക്കണം എന്നില്ല, മറ്റാരെങ്കിലും രൂപത്തിലായിരിക്കും നമുക്ക് സഹായങ്ങൾ കിട്ടുന്നത്. നമുക്ക് അത്രയും എന്താ പറയാ, ഭയങ്കര എമർജൻസി ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ, നമുക്കൊരു ഹെൽപ്പ് വേണ്ട സിറ്റുവേഷനിൽ നമ്മളെ സഹായിക്കുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും. നമ്മൾ എത്ര സഹായിച്ചൊരു വ്യക്തി ആവണമെന്നില്ല, വേറൊരു വ്യക്തിയുടെ രൂപത്തിൽ നമുക്ക് ആ സഹായം കിട്ടും. കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടില്ലേ? അതേപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്ത വ്യക്തി നമ്മളെ സഹായിക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റും ചെയ്യാൻ പാടില്ല കേട്ടോ. ചിലപ്പോ അവര് അത് മറന്നു പോയിട്ടുണ്ടാവും. സഹായിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ കാര്യം മറക്കാം. അതാണ് ഏറ്റവും നല്ലത്. നമ്മളയാളെ സഹായിച്ചു, ഇന്ന സിറ്റുവേഷനിൽ സഹായിച്ചു, എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അവർ നമ്മളെ സഹായിച്ചില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിഷമത്തിന് ഇടയാക്കും. അങ്ങനെ വരാതിരിക്കാൻ നോക്കാം. അപ്പൊ റെസിപ്രോക്കൽ ഹെൽപ്പാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. കുട്ടികൾ തമ്മിൽ എന്താണ് മ്യൂച്വലി ഹെൽപ്പ് ചെയ്യും. ഒരാൾക്ക് മറ്റൊരാളുടെ എന്ത് ചെയ്യും, ഹെൽപ്പും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ് ആവട്ടെ, ഇന്നത്തെ എന്റെ ക്ലാസ് ഡൗട്ട് വന്നു, ഒരു കുട്ടിക്ക് ഡൗട്ട് വന്നു, നിങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഇന്ന് അപർണ മിസ് എടുത്ത ക്ലാസ് ആർക്കെങ്കിലും മനസ്സിലായോ? അപ്പൊ മനസ്സിലായില്ല എന്ന് പറയുന്നവരുണ്ടാവും. മനസ്സിലായി എന്ന് പറയുന്നവർ എന്ത് ചെയ്യും, ബാക്കിയുള്ള കുട്ടികൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞ് തന്ന കണ്ടന്റ് എന്ത് ചെയ്യും, ആ ടീച്ചർ ഇന്ന പോർഷൻസ് ആണ് ഇടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ക്ലാസ്സിൽ കാണാറുള്ളതല്ലേ അത് അല്ലേ? പറഞ്ഞു തരാറില്ലേ? ഡൗട്ട്സ് ഒന്നും ചോദിക്കാറില്ല നിങ്ങള്? ഓക്കെ. ഇനി സപ്പോസ് റെക്കോർഡൊക്കെ എഴുതുന്ന സമയമാണെന്ന് വിചാരിക്കും. നിങ്ങള് ഏതാണ് ആക്ഷൻ സ്റ്റോറി ബുക്കും ആക്ഷൻ സോങ് ഒക്കെ എഴുതിയപ്പോ നല്ല രീതിയിൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? റെക്കോർഡൊക്കെ എഴുതിയോ? ഓക്കെ. റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാട്ടോ. ടൈമായി. ഒരു 1 month കണ്ണടയ്ക്കുന്ന സമയം കൊണ്ട് തീർന്നു പോവും. 1 monthനുള്ളിൽ നിങ്ങൾക്ക് എക്സാം വരും. അറിയാലോ ഡേറ്റ് ഒക്കെ? അപ്പോ വേഗം അത് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, റെസിപ്രോക്കൽ ഹെൽപ്പിന്റെ കാര്യം അല്ലെ? അപ്പൊ റെക്കോർഡ് എഴുതിയപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയില്ല, ഇന്നൊരു ടോപ്പിക് ക്ലിയർ ആയില്ല. ഇനിയിപ്പോ മൈമാന്ന് വിചാരിക്കുക, ആക്ഷൻ സ്റ്റോറിയിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ് മൈമ. മൈമ എങ്ങനെ എഴുതണമെന്ന് ആർക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഒരു കുട്ടിക്ക് മൈമ എഴുതാൻ അറിയാം. നിങ്ങൾ ചോദിക്കും, നീ മൈമ എഴുതിയോ? എഴുതി, ഞാൻ ഇന്ന മൈമാണ് എഴുതി, ഇങ്ങനെയാണ് എഴുതിയെന്നൊക്കെ അവരെന്ത് ചെയ്യും, നമ്മളെ പറഞ്ഞുതരും. അതെന്താണ്? റെസിപ്രോക്കൽ ഹെൽപ്പാണ്. ഓക്കെ. ഞാൻ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് മാത്രം മാർക്ക് വാങ്ങിച്ചാൽ മതി, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ റെസിപ്രോക്കൽ ഹെൽപ്പ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ? ഞാൻ ഫസ്റ്റ് വരണം, ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. കോമ്പറ്റീഷൻ ഇല്ല മമ്മ, പരസ്പരം എല്ലാരും പറഞ്ഞു കൊടുത്തിട്ട് എല്ലാരും തല പിരാന്തായിട്ടില്ലേ. ഐ മീൻ മാം എക്സാമ്പിൾ മൈം എടുത്തത് ഞമ്മ 1 week 2 week എന്തോ ഇതിനെ ഡിസ്കസ് ചെയ്തിന്, എന്തോ ഞമ്മ എല്ലാരും ഗ്രൂപ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും. മൈമിനെ കുറിച്ച് മൈമും ഡ്രാമ പിന്നെ സ്ക്രിപ്റ്റ്. ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞേട്ടോ. എന്തുവാ എക്സാമ്പിൾ എല്ലാം മാം നമ്മളെ ലൈഫിലായത് തന്നെ. ഇത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ആരാ ഡിസ്കസ് ഇല്ല, ഓരോരാളെ വന്നിട്ട് ചോദിക്കും. അതിന് മുന്നേ 1 month 1 month ബാക്ക് ഫുള്ള് 1 week എന്തോ ഞമ്മ ഇതന്നെ ഡിസ്കസ് ചെയ്തു. ഇത് ആക്ച്വലി ആ നോവൽ, അതിൽ 3 ക്യാരക്ടർ ആർക്കും അതിന്റെ പിടിയില്ല. നോവൽ വായിക്കുന്നവർക്ക് അതിന്റെ ഐഡിയ ഇരിക്കും, ബട്ട് ഏകദേശം എന്നെ കൂടിട്ട് എനക്ക് നോവലിന്റെ ഒരു ഇതും അറിയാല, അതിന്റെ ഫ്രണ്ട് ഷീറ്റും എങ്ങനെയാന്ന് അറിയാല. ഫുൾ കൺഫ്യൂഷൻ ആയിട്ട് ഫുൾ 1 week അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ഇല്ലു.
ആരെങ്കിലും എത്തിയവരായിച്ചനെ കണ്ടിട്ട് നമുക്ക് അത് ആദ്യം ഡൗട്ട് ആവും, ആദ്യം അതിന് എക്സ്പ്ലനേഷൻ ഇതന്നെ ഉണ്ടായിട്ടു. അത്രേ ഉള്ളൂ. നമ്മളതൊരു ഹെൽപ്പ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. കോമ്പറ്റീഷൻ ഇല്ലല്ലോ നിങ്ങൾ തമ്മിൽ. ഞാൻ മാത്രം റെക്കോർഡുകളൊക്കെ കംപ്ലീറ്റ് ആക്കണം, എന്റെ മാത്രം കംപ്ലീറ്റ് ആക്കണം, അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ ഇടയിൽ ഇല്ല. നമ്മൾ ആ ഒരു ഹെൽപ്പും കാര്യങ്ങളും. ഇനി മോണ്ടിസോറി എൻവയോൺമെന്റിൽ അലൗ ചെയ്യാത്ത ഒരു കാര്യമാണ് എന്ത്? കോമ്പറ്റീഷൻ. എന്ത് അലൗ ചെയ്യാൻ പാടില്ല? കോമ്പറ്റീഷൻ നമ്മൾ പെർമിറ്റ് ചെയ്യാൻ പാടില്ല. കുട്ടികളിൽ ആ മത്സര ബുദ്ധി, അല്ലെങ്കിൽ ആ ഫസ്റ്റ് അവരെത്തണം, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മള് നല്ലതല്ല. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്റെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കൂട്ടുകാരനെയും കൂടി കംപ്ലീറ്റ് ആവട്ടെ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും. അല്ലെ എന്റെ കൂട്ടുകാരനെയും കൂടി കംപ്ലീറ്റ് ആവാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ, നല്ല സ്വഭാവങ്ങൾ കുട്ടികളിൽ ഡെവലപ്പ് ആവും. ഓക്കെ, റെസിപ്രോക്കൽ ഹെൽപ്പ് കേട്ടോ. നോക്കാം. There would be such care between the children where the older ones will help the younger ones, and while the younger ones help each other. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത് കുട്ടികൾ തമ്മിൽ ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ സഹായിക്കുന്നതും യങ്ങർ വൺസ് പരസ്പരം സഹായിക്കുന്നതിനെയുമാണ് നമ്മൾ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത്. They would show respect and interest in each other's work. ഓരോ വ്യക്തിയുടെയും ഓരോ കുട്ടികളുടെയും വർക്കിൽ നമ്മൾ ഇൻട്രസ്റ്റും റെസ്പെക്റ്റും കാണിക്കുന്നുണ്ട്. There would be admiration of each other's work. നിങ്ങളൊരു വർക്ക് നല്ല രീതിയിൽ ചെയ്ത് അതിപ്പോ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിട്ടെന്ന് വിചാരിക്കും. അത് നമ്മൾ എന്താണ് പസിൽസോ അല്ലെങ്കിൽ കളക്ഷൻ ബുക്കിലൊക്കെ എന്തെങ്കിലും ഡ്രോ ചെയ്യേണ്ടതുണ്ട്, വരച്ചിട്ട് ഫോട്ടോ എടുത്ത് നിങ്ങൾ എന്ത് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയില്ലേ? അതാണ്. അപ്പോ നമ്മൾ ഒരാള് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് ഓൾ ദീസ് കെയിം സ്പോണ്ടേനിയസ്ലി ആൻഡ് നാച്ചുറലി ഫ്രം ദ ചിൽഡ്രൻ. ഇതൊക്കെ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ നമ്മളുടെ കുട്ടികൾ നാച്ചുറലി ഫോം ചെയ്യുന്നതാണ്. That is usually because in a Montessori environment, the children are give the freedom. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പെർമിഷൻ ഒന്നും വേണ്ട ഒരു കുട്ടി ഒരു വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റാരുടെയും പെർമിഷൻ വേണ്ട. കാരണം എനിക്ക് തോന്നി ഹെൽപ്പ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Children's need not compete with each other. കുട്ടികൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കോമ്പറ്റീഷൻ വരേണ്ട കാര്യമില്ല. No competition is permitted in the environment. കോമ്പറ്റീഷൻ എന്ത് ചെയ്യണ്ട? പെർമിറ്റ് ചെയ്യണ്ട. നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കോമ്പറ്റീഷൻ ഒന്നും പെർമിറ്റ് ചെയ്യണ്ട. ആൻഡ് നോർമലി ദിസ് പ്രിപ്പയർ എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാം. പ്രിപ്പയർ children to want to share and help one another. കുട്ടികൾ തമ്മിൽ പരസ്പരം ഷെയർ ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം നോർമലി നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ റെസിപ്രോക്കൽ ഹെൽപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം സഹായിച്ച് മറ്റുള്ളവരുടെ വർക്കുകൾ റെസ്പെക്ട് ചെയ്ത് ആണ് മുന്നോട്ട് പോകുന്നത്. ഈ കുട്ടികൾ തമ്മിൽ ഒരു കാരണവശാലും കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ റെസിപ്രോക്കൽ ഹെൽപ്പ്.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ റെസിപ്രോക്കൽ ഹെൽപ്പ്? ക്ലിയർ ആയോ? ഓക്കെ. ദെൻ ഈ മോണ്ടിസോറിയില് അല്ലെങ്കിൽ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ 3 വലിയ ചാപ്റ്റർ ആണ്, കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ. അപ്പോ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷനിൽ സെമിനാറുകൾ കണ്ടക്ട് ചെയ്യണം. സെമിനാർ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു തന്ന പോർഷൻ ആയിരിക്കും ഓരോ കുട്ടികൾക്ക് ചിലപ്പോൾ 2 പോയിന്റ് ഒക്കെ ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണാം, നല്ല രീതിയിൽ റെഫർ ചെയ്യാം. എങ്ങനെയായാലും നമ്മൾ ആ പോർഷൻസ് എന്ത് ചെയ്യാം പ്രസന്റ് ചെയ്യാം. ഓക്കെ, സെമിനാർ പോർഷൻ അലോക്കേറ്റ് ചെയ്ത് തരട്ടെ? അപ്പോ ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ നോർമലൈസേഷന്റെ ഈ 3 പാരഗ്രാഫാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഫ്രൈഡേ വരാനായിട്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാൻ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം വരാൻ. അപ്പോ ആദ്യത്തെ സെമിനാർ പോർഷൻ എന്ന് പറയുന്നത് നോർമലൈസേഷൻ ആണ്. ആദ്യത്തെ 3 പാരഗ്രാഫ് ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? വൺ മിനിറ്റ് ഉണ്ട്, ഞാൻ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നു. 1 മിനിറ്റ്. ഓക്കെ, ആരാണ് പ്രസന്റ് ചെയ്യുന്നത്? ഞാൻ സെയിം ചെയ്താൽ മതിയോ? മിസ് എല്ലാ മിസ്സുമാരെ ക്ലാസ്സിലും സെമിനാർ അവതരിപ്പിക്കണ്ടേ? എന്താണ്? എല്ലാ മിസ്സുമാരെ ക്ലാസ്സിലും സെമിനാർ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു മിൽറോസ് മാം. ഞാൻ മിസ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അപ്പൊ എനിക്കൊന്ന് വേണം. നോർമലൈസേഷൻ. ഒരു പേരെന്താണ്? ബുഷിറ. 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 സ്പെല്ലിംഗ് അറിയാം? BUSHRA. ബുഷിറ ഈ നട്ടോ. കുഴപ്പമില്ല, ഞാൻ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കും കേട്ടോ അമ്മോന്റെ സെമിനാർ വരുന്നത്. യെസ്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഗൗതമിയാണോ? വേറെ ആരാണ്? സൗമ്യ അല്ലെ? സൗമ്യ അല്ലെ? സൗമ്യയുടെ സെമിനാർ പോർഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷനിൽ ഈ 3 പോയിന്റ്. അയ്യോ, ഞാൻ മാർക്ക് ചെയ്തല്ലേ, ജസ്റ്റ് ഈ 3 പോയിന്റ് കേട്ടോ. ഏതൊക്കെയാണ്? ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ. സൗമ്യക്ക് ക്ലിയർ ആയോ അത്? സൗമ്യ കേട്ടോ. സൗമ്യ, 2 സൗമ്യയില്ലേ ഇവിടെ? സൗമ്യ രതീഷ്, MT10. ഓക്കെ അല്ലേ? അടുത്തത് CA ആണ്. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി മുതല് സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റന്റ് വരെ. ഓക്കെ, ഓക്കെ ആണോ? സിയ? യെസ് മാം, ഓക്കെ ആണ്. ഓക്കേടാ, ജസ്റ്റ് പോയിന്ന് വിചാരിച്ചതാ, 2-3 പ്രാവശ്യം വിളിച്ചേട്ടാ. അല്ല, അത് പെട്ടെന്ന് റേഞ്ച് പോയി. ഓക്കെ, സിയാട്ടാ, MT10. Then അടുത്ത പോയിന്റ് power to act from real choice, not from curiosity. Obedience, independence and initiatives. ഇത് 3 പോയിന്റ് ഉള്ളൂ. ആരെടുക്കുന്നേ? ആരാണ് റെഡി ആയിട്ടുള്ളത്?
ഞാൻ പറയാമോ? കേൾക്കുന്നില്ലല്ലോ, മ്യൂട്ടാണ്. സോറി ട്ടാ. ബാലൻസ് ഉള്ള 3 പോയിന്റ്. In a class of normalized children, spontaneous self-discipline, joy. നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് ഇടയ്ക്ക് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടാ. അപ്പൊ നിങ്ങളൊന്ന് പറയോ, അടുത്ത പോർഷൻ ആരാ എടുക്കുന്നത്? ഈ പോർഷൻ ഞാൻ പറയാമോ? പ്രിയ ഞാൻ ഓൾറെഡി അസൈൻ ചെയ്തു. ആണോ? എനിക്ക് ഇങ്ങോട്ട് സ്പീച്ച് കിട്ടുന്നില്ലായിരുന്നു, കേൾക്കാൻ പാടില്ല. ഓക്കെ. പ്രിയക്ക് പവർ ടു ആക്ട് ടു റിയൽ ചോയ്സ് ഫ്രം നോട്ട് ക്യൂരിയോസിറ്റി മുതൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് വരെ പ്രിയയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത 3 പോയിന്റ് ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞ് ഞാൻ അപ്പൊ തന്നെ ഓക്കെ ഞാൻ ചെയ്യാം. അപർണ, ഞാൻ ഉദ്ദേശിച്ചത് അപർണ തന്നെ. ഇനി ഉണ്ടായിരുന്നല്ലോ അമൃത, അവരൊക്കെ അവിടെ പോയി. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ നോർമലൈസേഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രനും ഉണ്ട്. ഓക്കെ. അപ്പൊ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, നോർമലൈസേഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്ററിലേക്ക് വരാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നാണ്. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അതിൽ മെയിൻ ആയിട്ട് 2 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സും റെസിപ്രോക്കൽ ഹെൽപ്പും പറഞ്ഞു. ദെൻ അടുത്ത് പറയുന്നത് മോറൽ ഹെൽപ്പ് ആണ് ട്ടാ. എന്താണ് മോറൽ ഹെൽപ്പ്? A child provide moral helps to other children by comforting them for being wrong, for being bad. നമ്മള് മോറൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് തെറ്റ് പറ്റുകയാണെങ്കിൽ ടീച്ചർ തന്നെ പോയി അത് കറക്റ്റ് ചെയ്യണമെന്നില്ല. അവിടെ ആര് ഹെൽപ്പ് ചെയ്യും? അവരുടെ ഓൾഡർ വൺസ്, മുതിർന്ന. മൊഡ്യൂൾ 3 അല്ലടാ, പാർട്ട് 3 ആണ്. മൊഡ്യൂൾ 3 നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയ ആയിരുന്നില്ലേ? ഓക്കെ. നമ്മൾ എന്താ പറഞ്ഞത്? കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഫാക്കൽറ്റി അല്ല ഫെസിലിറ്റേറ്റർ തന്നെ ചെന്ന് അത് കറക്റ്റ് ചെയ്യണമെന്നില്ല. കുട്ടികൾ തമ്മിൽ തന്നെ, മുതിർന്ന കുട്ടികൾ യങ്ങർ വൺസ് ഹെൽപ്പ് ചെയ്തു. ഓക്കെ. ഡിഫറെന്റ് ഫോംസ് ദ ചിൽഡ്രൻസ് റിഗാർഡ് ദ wrong done as something bad or mischief, but rather regard it is misfortune, and the one who had done it is unfortunate one who had should be comfort and help. അത് ജസ്റ്റ് നമ്മൾ പറയുന്നതാണ്. ചിലപ്പോ നമ്മളിപ്പോ ഒരാള് അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ചിലപ്പോ ആ ഒരു വ്യക്തി ആയിരിക്കില്ല നമുക്ക് ആ ഒരു ഹെൽപ്പ് വേണ്ട സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേ ബി കുട്ടികൾ തമ്മിൽ പരസ്പരം സഹായങ്ങളൊക്കെ വരുമ്പോ ഈ ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഈ യങ്ങർ വൺസ് മറ്റുള്ള യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ചിൽഡ്രൻസ് വിൽ ഇൻസ്പയർ വൺ അനദർ ടു ബി ഗുഡ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ കറക്റ്റ് ആവണം എന്റെ ഫ്രണ്ടും എന്നുള്ളൊരു തിങ്ക് ആയിരിക്കും കുട്ടികളിൽ കാണുന്നത്.
ഇനി മിക്സ്ഡ് ഏജ് ഗ്രൂപ്പ് ആണെന്നറിയാം മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഓൾഡർ ചിൽഡ്രൻ പ്രൊവൈഡ് ദ റോൾ മോഡൽ ഇൻ ദ ക്ലാസ്. ഓൾഡർ ചിൽഡ്രൻ ആണ് കുട്ടികൾക്ക് എന്താ പറയാ യങ്ങർ ചിൽഡ്രൻസിന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ദ എക്സസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് വിച്ച് ഇൻസ്പയർ സോഷ്യൽ ഗ്രേസ് ആൻഡ് curiosity help get the child into cohesive groups. നല്ല കെട്ടുറപ്പുള്ള നല്ല ഐക്യമുള്ള കുട്ടികളായിട്ട് മാറാനായിട്ട് നമ്മളുടെ നോർമലൈസേഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടെ കുട്ടികൾക്ക് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, സോഷ്യൽ ഗ്രേസ് എങ്ങനെ ഉൾക്കൊള്ളണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായ ധാരണ അവർക്ക് ചെറുപ്പത്തിലെ തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ നോക്കുന്നത് ഹാർമണി ആണ് കേട്ടോ. ഹാർമണിയുടെ മീനിങ് അറിയാലോ, ഐക്യം എന്നാണ് ഹാർമണിയുടെ മീനിങ് വരുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ അവർ തമ്മിൽ നല്ലൊരു ഐക്യം ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹാപ്പിനെസ് ഉണ്ടാവും. ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ആൻഡ് ഹാൻഡ്ലിങ് മോണ്ടിസോറി മെറ്റീരിയൽസ്. അങ്ങനെ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദേ വെയിറ്റ് ടിൽ അതേഴ്സ് വിൽ കംപ്ലീറ്റ്. ഒരു കുട്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവന് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസും കാര്യങ്ങളും ഉണ്ടാവും. മറ്റു കുട്ടികൾ ലേൺ ചെയ്യുന്നത്, മറ്റു കുട്ടികൾ വർക്ക് ചെയ്യുന്നത് റെസ്പെക്ട് ചെയ്യാനും പേഷ്യൻസും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും. ഹാർമണി is encouraged in the class through working together. ഹാർമണി നമ്മൾ എൻകറേജ് ചെയ്യുന്നത് ഒരുമിച്ച് നമ്മുടെ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്നതിലൂടെയാണ്. ആസ് ദർ ഇസ് ഓൺലി വൺ സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ ക്ലാസ്. എല്ലാ ക്ലാസ്സിലും ഒരു മെറ്റീരിയലിന് ഡിഫറെന്റ് സെറ്റ് ഉണ്ടാവാനില്ല. നമുക്കറിയാം കോസ്റ്റ്ലി ആണ്. അപ്പൊ ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉള്ളെങ്കിൽ പോലും എ ചൈൽഡ് ഹു വാണ്ട്സ് ടു യൂസ് ദം വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ ചൈൽഡ് ഹു ഈസ് യൂസിങ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ്. ഒരു കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് ഫിനിഷ് ചെയ്യുന്നത് വരെ ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ഇറ്റ്സ് പ്ലേസ്, അത് തിരിച്ചു കൊണ്ടുവന്ന് ആ പ്ലേസിൽ വെക്കുന്നത് വരെയും എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾ വെയിറ്റ് ചെയ്യും. ത്രൂ ദിസ് ദ ചൈൽഡ് ലേൺ ടു എക്സസൈസ് പേഷ്യൻസ് ആൻഡ് റെസ്പെക്ട്. ഇങ്ങനെ അവര് ചെറുപ്പത്തിലെ ഇങ്ങനെ അവർ ഇത് എക്സസൈസ് ചെയ്യുന്നതിലൂടെ അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് പേഷ്യൻസും റെസ്പെക്റ്റും ഇംപ്രൂവ് ആവും. which will gradually bring about harmony in the class. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികൾ തമ്മിൽ നല്ലൊരു ഐക്യം നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുവരാനായിട്ട് അത് കാരണമാകും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കേ.
റീഡ് ചെയ്തോ അത്? റീഡ് ചെയ്തോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. അതേപോലെ സെമിനാറിനുള്ളവരെല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.